പിന്നെ എൻ്റെ സ്വന്തം ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ബെല്ലൈക്കനും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മിഥുനം ഒന്നല്ലേ, അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു. എന്നിട്ട് വെറുതെ ഇരിക്കുക, അപ്പം ബോറടിക്കാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ചെറിയ ചെടിയുണ്ട്. അപ്പോൾ ആ ചെടിക്ക് ചുറ്റും മൊത്തം കുരിച്ചിക്കട്ട പോലുള്ള കറുത്ത സാധനമില്ലേ, അത് ഫുള്ള് ഇരിക്കുക. അതെല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ നമുക്ക് സിമെൻറ്റിൻ്റെ ചെറിയ കട്ടയുണ്ട്, അതാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് നമുക്ക് അവിടെ ഫുള്ള് ചെടി വളർത്താൻ വേണ്ടിയിട്ട്, ആ കുഞ്ഞു ചെടി തന്നെ ഫുള്ള് വളർത്താൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗൈസ് നമ്മളുടെ കൃഷി. വഴുതനങ്ങ, മുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയെല്ലാം കൃഷിയാണ്. ഇനി ഇവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് പുതിയ കൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഫ്രീ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ഗൈസ് നമ്മൾ വൃത്തിയാക്കാൻ വിചാരിച്ചത്. മൊത്തം പോച്ചയൊക്കെ കിളിച്ച് കാടായി നിൽക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ വൃത്തിയാക്കിയിട്ടാണ്. കാരണം ഈ കുഞ്ഞു ചെടിയില്ലേ, ഈ കുഞ്ഞു ചെടി ഇത് നമുക്ക് ഇവിടെ ഫുള്ള് വളരാൻ വേണ്ടിയിട്ട് അത് സിമെൻറ്റിൻ്റെ സാധനം സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിക്കൊടുക്കാൻ വിചാരിക്കുന്നു. ഇനി കുഴിച്ചിടാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഈ ചെറിയ പോച്ചകളെല്ലാം പിഴുത് മാറ്റണം. പിന്നെ അവിടെയുണ്ട് ഗൈസ് സിമെൻറ്റിൻ്റെ കട്ട. ഇതാണെങ്കിൽ വെച്ച് അവിടെ കുഴിച്ചിട്ടിട്ട് സൈഡ് വൃത്തിയാക്കി കൊടുക്കാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പറക്കി അവിടെ കൊണ്ടുവന്ന് വയ്ക്കണം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ വൃത്തിയാക്കിയത്. ഇനി കുഞ്ഞു ചെടികളില്ലേ, അതിന് വളർന്ന് ഇങ്ങോട്ട് ആവുമ്പോൾ എവിടെയെല്ലാം ഫുള്ളാവും. ഇത്രയും ഉള്ളൂ ഗൈസ്. കമ്പി കൊണ്ട് കൈ മുറിഞ്ഞതാണ് ഗൈസ്. ഇത് ഒരു സൈസ് ചെടിയാണ്. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറിയാൻ്റെ പേര് പറയണേ ഈ ചെടിയെ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഫുഡ് ഉണ്ടാക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലയില്ലേ, അത് ഇനി നമ്മൾ തോരൻ വെക്കണം. അപ്പം നമുക്ക് പോയി മുരിങ്ങയില പോയി ഒടിക്കാം. കൊണ്ടുവരാം. ആ നിൽക്കുന്നതാണ് ഗൈസ് മുരിങ്ങയില. അപ്പോൾ നമുക്കത് പകുതിക്ക് വെച്ച് ഒടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കിളിക്കും. അപ്പം നമുക്ക് അത് പകുതിക്ക് വെച്ച് ഒടിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഒടിച്ചിട്ട് വരാം. നമ്മൾ മുരിങ്ങയില ഇത് കണ്ട പയർ, ഇതാണ് ഗൈസ് നമ്മൾ ഒടിച്ച മുരിങ്ങയില. അപ്പം നമ്മൾ ഈ കമ്പിയിൽ നിന്ന് മുരിങ്ങയില ഫുൾ ഒടിച്ച് ശരിയാക്കി നമ്മളിത് ഓരോ ഇലയാക്കി എടുക്കണം ഗൈസ്. ഈ പഴുത്ത ഇലയില്ലേ, അത് നമ്മൾ മുരിങ്ങയില തോരൻ എടുക്കില്ല. അപ്പം ഇതിനകത്ത് ചിലന്തിയോ എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കണം. നോക്കിയിട്ട് ഓരോ ഇലകളാക്കി ഇതെടുക്കണം. അപ്പം നമുക്ക് എടുത്തിട്ട് വരാം. പുഴു ആയതുകൊണ്ട് ഗൈസ് അത് കൊള്ളത്തില്ല. കാരണം ആദ്യമേ ഒരെണ്ണത്തിനെ കണ്ടത്, പിന്നെയാണ് നമ്മൾ നോക്കിയപ്പോഴാണ് കുറേ എണ്ണത്തിനെ കണ്ടത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് കളയാൻ വെച്ചത് ഫുള്ള് ഈ പുഴു തിന്ന ഇലയാണ്. ഇങ്ങനെ വെള്ള കളറിലിരിക്കുന്നത് പന്ന ഇലയാണ് ഗൈസ്. ഇതിനെ എടുത്ത് കളയാൻ വെച്ചാൽ കളഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ തന്നെയാണ്. അതൊക്കെ കഴിക്കാൻ വിചാരിച്ചു. രാവിലെ ഗൈസ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഭയങ്കര വിശപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് കഴിക്കാണ്. അങ്ങനെ ഉപ്പുമാവ് കഴിക്കുകയാണ്. കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, പിന്നെ കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യണം ഗൈസ്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ.